എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അസൂയുള്ള മനുഷ്യരെക്കുറിച്ച്. ഈ ലോകത്ത് അസൂയയില്ലാത്ത ആരുമില്ല. ഇനി ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ചെറുതായിട്ടെങ്കിലും അസൂയ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളവരുടെ കുറച്ച് ലക്ഷണങ്ങൾ പറയാമെന്ന് കരുതി. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. അഥവാ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിച്ചേക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ലൊരു കാര്യം സന്തോഷത്തോടെ ഒരു കാറോ ഒരു ഡ്രസ്സോ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് നിന്ന് നമ്മൾ പറയും, തേടി ഞാൻ ഇന്നലെ ഒരു കാറ് മേടിച്ച്, ഇത് കണ്ടോ, ഇത് കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അസൂയ കാണുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർ പറയും, ഇതാണോ കാറ്, ഇതിലും നല്ല വില കൂടിയ കാർ അതേ അപ്പുറത്തെ വീട്ടിൽ അവർ മേടിച്ചു, അതാ ഏറ്റവും ഭംഗി, ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് നമ്മളെ ചിലപ്പം താഴ്ത്തി കിടന്ന് കുറച്ച് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ സ്വഭാവം അതാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെയുണ്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്തിനും ഏതിനും ഈ കുറ്റം പറയുന്ന മനുഷ്യരുണ്ട്. പിന്നുള്ളൊരു മനുഷ്യരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും പുതിയൊരു വീട് ആരെങ്കിലും നമ്മളെ പാലുകാച്ചിന് വിളിക്കുക, നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ ആ വീടിനെക്കുറിച്ച് നല്ല കാര്യങ്ങളായിരിക്കില്ല പൊതുവേ പറയുന്നത്. അല്ല, അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട് വെച്ചത്, രസമുണ്ട്, ഭംഗിയുണ്ട്. അഥവാ എന്തെങ്കിലും പോരായ്മകൾ ആ വീടിനുണ്ടെങ്കിലും നമ്മളത് മനസ്സിൽ വെക്കത്തേ ഉള്ളൂ, ഒരിക്കലും അത് അവരുടെ മുമ്പിൽ പറയത്തില്ല കഴിവതും. പക്ഷേ ഈ അസൂയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് അതെന്തെങ്ങനെങ്കിലും അവരോടത് പറഞ്ഞാൽ അവർക്ക് മനസ്സമാധാനം കിട്ടും. അപ്പോൾ അവരെന്നെ എടുക്കും. അറിയുമ്പോൾ എല്ലാം ഓക്കെ എല്ലാം കൊണ്ട് ലാസ്റ്റ് പറയടി, അല്ലാണ്ട് ആ ബാത്റൂമിൻ്റെ ടൈല് വേറൊരു കളറ് മതിയായിരുന്നു, ഇത് അത്ര ഭംഗിയില്ല, അല്ലെ ആ കബോർഡിൻ്റെ കളറൊന്നും മാറ്റണം, ഒരു കളർ സെൻസും ഇല്ല, ഇത് ആരാടി ഈ വീടിങ്ങനെയൊക്കെ വെക്കാൻ പറഞ്ഞ് എന്ന് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവരെയും സൂക്ഷിക്കണം. പിന്നുള്ള മനുഷ്യരുടെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും അവരെക്കാട്ടിലും മുകളിൽ പോകരുത്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവർക്ക് അത് തന്നെ ചെയ്യും. എന്നിട്ട് നമ്മൾ കിട്ടുന്നതിനേക്കാട്ടിൽ അഭിനന്ദനം അവർക്ക് കിട്ടണം, എല്ലാവരും അവരെ അഭിനന്ദിക്കണം. അങ്ങനെയൊക്കെ ഉള്ള മനുഷ്യരുണ്ട്. അത് അവരുടെ അസൂയ കൊണ്ടായിരിക്കും. കാരണം അല്ല, അവർക്കത് കഴിവുള്ളത് കൊണ്ടാണ് അവർക്കത് കിട്ടിയെന്ന് ചിന്തിക്കാൻ ഈ അസൂയുള്ളവർക്ക് കഴിയത്തില്ല. അങ്ങനെയുള്ള മനുഷ്യരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരും നിത്യസംഭവങ്ങളായി കാണുന്നതാണ്. പിന്നുള്ളൊരു മനുഷ്യർക്കൊരു കുഴപ്പമാണ്, നമ്മളിപ്പം എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ പോയി അവരും അത് തന്നെ മേടിക്കും. നമ്മളൊരു 10 രൂപയുടെ സാധനം നമുക്ക് അത്യാവശ്യം കൊണ്ടായിരിക്കും എന്തെങ്കിലും മേടിക്കുന്നത്. അപ്പോൾ അവർ പറയും, എന്നാൽ അവളത് മേടിച്ചില്ല, എന്നാൽ ഞാനും മേടിക്കുമെന്നും പറഞ്ഞ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടമാണേലും മേടിക്കും. അതൊരു നല്ല സ്വഭാവമല്ല. കാരണം ആവശ്യവും അനാവശ്യവും മനസ്സിലാക്കാനുള്ള കഴിവ് പൊതുവെ മനുഷ്യന്മാർക്ക് അത്യാവശ്യമായിട്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വേണ്ടതാണ്. ആന വാ വിളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ വിളിക്കാൻ പോയാൽ പറയണ്ടല്ലോ എന്താവും പിന്നീടുള്ള അവസ്ഥയെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കഴിവതും ആരും ചെയ്യാതിരിക്കണം. ഇതൊക്കെയാണ് കുറച്ച് അസൂയുള്ള മനുഷ്യരുടെ ലക്ഷണങ്ങൾ. ഇതെനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോ തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു.